കട്ടപ്പന കല്യാണത്തണ്ട് വെട്ടിക്കുഴക്കവല മേഖലകളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് എത്തിച്ച ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കുന്നില്ലെന്ന് പരാതി. നിരവധി പരാതികളുടെയും സമരങ്ങളുടെയും ഫലമായിട്ടാണ് 2 ട്രാൻസ്ഫോർമറുകൾ കട്ടപ്പന KSEBയിൽ എത്തിച്ചത്. കല്യാണത്തണ്ട് വെട്ടിക്കുഴക്കവല ഹാപ്പി നഗർ മേഖലകളിലെ ജനങ്ങളാണ് നാളുകളായി വോൾട്ടേജ് ക്ഷാമത്തിൽ ദുരിതമനുഭവിക്കുന്നത്. 100 കണക്കിന് കുടുംബങ്ങൾ ഇതോടെ വലിയ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. ഇത് കുടിവെള്ള പദ്ധതികളെ അടക്കം പ്രതികൂലമായി ബാധിച്ചു. വിഷയത്തിൽ നിരവധി തവണ പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ല. ഇതോടെ പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നു. തുടർന്നാണ് 2 ട്രാൻസ്ഫോമറുകൾ അനുവദിക്കുകയും ഇവ കട്ടപ്പന KSEB ഓഫീസിൽ എത്തിക്കുകയും ചെയ്തത്. എന്നാൽ നാളിതുവരെയായി ഇവ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ആ ട്രാൻസ്ഫോമർ വെക്കുന്നതിന് നിരന്തരമായി ഞങ്ങൾ ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവർ ഓരോ ദിവസവും ഓരോരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് തള്ളിവിടുകയാണ്. അതിനുശേഷം സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും KSEB പണം വാങ്ങിക്കൊണ്ട് തന്നെയാണ് KSEB അത്തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് വെച്ചു കൊടുത്തു. പക്ഷേ 300ഓളം ഗുണഭോക്താക്കൾ ഈ കടുംവേനത്ത് വെള്ളമടിക്കാൻ വിഷമിക്കുമ്പോൾ 50,000 രൂപ അധികം വരുന്ന കറണ്ട് ബില്ല് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കുറച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് അവിടുത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവരിപ്പോൾ ഞങ്ങളോട് പറയുന്ന കാരണം എന്ന് പറയുന്നത് അതിനാവശ്യമായിട്ട് ക്ലാമ്പ്, ആ ട്രാൻസ്ഫോമർ പിടിപ്പിക്കുന്ന ക്ലാമ്പ് ഇല്ല എന്നുള്ള ഒറ്റ കാര്യപ്രകാരം 2-3 ആഴ്ചയായിട്ട് ഈ ട്രാൻസ്ഫോമർ ഈ KSEBയുടെ മുന്നിൽ നിൽക്കുകയാണ്. അടുത്ത നാളുകൾക്കിടയിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തത്തോടെ കൂടി KSEB ട്രാൻസ്ഫോമറുകൾ നൽകുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും നിരവധി കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ വിമുഖത കാണിക്കുന്നതായാണ് പരാതി. ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ട ചില സാമഗ്രികളുടെ അഭാവമാണ് കാലതാമസം ഉണ്ടാകാൻ കാരണമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം.